ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ മലയാറ്റൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് ആതിരപ്പള്ളിയും വാഴച്ചാലും വാൽപ്പാറയും മലക്കപ്പാറയൊക്കെ കടന്ന് ആനമലൈ ടൈഗർ റിസർവ് വരെ എത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. ഇന്ന് അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്തതായിട്ട് ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ചിലപ്പോൾ അവർ നമ്മുടെ വാഹനം ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. താങ്ക് യു. ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ റീഡായി കേട്ടോ, അല്ലേ? അത് കളിക്കാം എന്തായാലും. സെറ്റ് പരിപാടി. ഫാസ്റ്റാഗിൽ ക്യാഷ് ഉണ്ടായിരുന്നോ? അതിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കട്ടായിട്ടുണ്ട്, ടെൻഷൻ അടിക്കണ്ട. അല്ല, ഫുൾ ഡീറ്റെയിൽസും കിട്ടിയവർക്ക് നമ്മളോട് പറഞ്ഞേക്കുന്നിട്ടില്ലേ, ഒരിടത്തും നിർത്തരുതെന്ന്, വിട്ടു പൊക്കോണമെന്ന്. അനുവിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടായിരിക്കും. ഇവിടുത്തെ കുഴപ്പമെന്ന് കണ്ടോ, ഈ 14 കിലോമീറ്റർ നമുക്ക് പോകാനുള്ളതിലും നമ്മള് സമയം എടുക്കും. കാരണം വെച്ചാൽ ഇതുപോലെ വീതി കുറഞ്ഞ വഴിയാണ്, അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. അതെ, ഞാൻ പണ്ട് പളനിക്ക് പോയത് ഈ വഴിയായിരുന്നു. നമ്മുടെ പണ്ട് കാലഘട്ടങ്ങളിൽ ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വാഹനം ഒന്നും അവർ ചെക്ക് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തെ വാഹനമൊക്കെ ചെക്ക് ചെയ്തു. പ്ലാസ്റ്റിക് ഉണ്ടോന്ന് അവർ മെയിനായിട്ട് നോക്കുന്നത്. നമ്മുടെ ഫോൺസ് ആയതുകൊണ്ട് അവർ ചെക്ക് ചെയ്യാതെ കാണുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, അന്ന് ഇവാലിയൊക്കെ വന്നേ. അതെയോ? അതായത് ചെക്ക് ചെയ്തു, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവർ വിട്ടെ. ഓരോ ഓഫീസേഴ്സും ഓരോ രീതിയല്ലേ. അപ്പോൾ അങ്ങനെ മല കയറി നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. മല കയറി തുടങ്ങുകയാണ്. വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം നമുക്ക് പോകാനായിട്ട്. എഡ്ജൊന്നും നടക്കണ്ട, വളരെ സാവകാശം പതുക്കെ പോയാൽ മതി. പോകുമ്പോൾ തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ബോർഡുകൾ കാണാം. ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. ആനമലൈ ടൈഗർ റിസർവ് ഭാഗമാട്ടോ. അതെ, എലിഫന്റ് സോൺ, ആനമലൈ ടൈഗർ റിസർവ് ഭാഗം തന്നെയാണ്. ഓ, എന്നാ ഒരു വ്യൂ അല്ലേ. നല്ലൊരു ഫ്രെയിം, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സൂപ്പർ ഫ്രെയിം അല്ലേ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വണ്ടി കേടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ കിടന്നേ. എന്ത് ചെയ്തു? പിന്നെ ഇവിടുന്ന് കെട്ടി വലിച്ചോണ്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു ചെക്ക് പോസ്റ്റ് വന്നിട്ട് അവരോട് സഹായിച്ചു, വെള്ളമൊക്കെ തന്ന് സഹായിച്ചു. ഇവാലി ആയിരുന്നു വണ്ടി. ഇവാലിക്ക് റേഡിയേറ്റർ ലീക്ക് വന്നു. അല്ല, ഇനി അനിലിന്റെ ആഗ്രഹപ്രകാരം വേണമെങ്കിൽ ഇതൊക്കെ തുറന്നോട്ടോ, ഇനി വനോ. അപ്പൊ നമ്മളെ കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ടുള്ള യാത്രയാണ് മോനെ. ഒരു രക്ഷയില്ലാത്ത വഴികളിലൂടെ ആയിട്ടോ നമ്മുടെ യാത്ര. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഹമ്പുകളുണ്ടാവും, ചെറിയ ചെറിയ ഹമ്പുകൾ. അതെ, പക്ഷെ ആനകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ. ആനകളുണ്ട്. ആനകളുടെ പ്രധാന ഏരിയ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയെ കാണാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും ഈ വഴിയൊക്കെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. വന്ന സമയത്തൊക്കെ 2 തവണ ആനയെ കാണാൻ സാധിച്ചു. അടുത്തല്ല, മീൻസ് മലയുടെ മുകളിലൊക്കെ നിൽക്കുന്നതായിട്ടേ. നമ്മുടെ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ ആട്ടോ. അപ്പൊ നമ്മൾ 30 കിലോമീറ്റർ വേഗതയിലാണ് പോണേ. പയ്യെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് യാത്ര ചെയ്തങ്ങ് പോവാം. സൂക്ഷിച്ച് വണ്ടികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെ, അപ്പം നമുക്ക് പതുക്കെ അങ്ങ് പോകാം. അധികം സ്പീഡൊന്നും വേണ്ട, വളരെ വേഗത കുറച്ച് അങ്ങനെ അങ്ങ് പോകാം. ഒരിടത്തും നിർത്തരുത് എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ആൾക്കാർ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകല, അങ്ങനെ കാഴ്ച കണ്ടങ്ങ് നിൽക്കും. പിന്നെ ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വഴിക്ക് അധികം വീതിയില്ലല്ലോ. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മുടെ മൂന്നാറിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വഴിയാണ് ഈ ഭാഗത്തുനിന്നുള്ളവർക്കൊക്കെ. നല്ല രസമല്ലേ ഇതിലൂടെയുള്ള യാത്ര. പിന്നെ നമ്മളെ ഒരു പ്രത്യേക ഒരു ലോകത്തേക്ക് കൂടിക്കൊണ്ട് പോകണം. അതാണ് ഈ ഒരു വഴിയുണ്ടോ, നല്ല രസമല്ലേ. നമ്മളെ വയനാട് മറ്റേ മസനഗുഡി പോണ പോലെ. പക്ഷെ ആ വഴിക്ക് നല്ല ഒരു 10-20 അടി വീതിയുണ്ട്. ഇവിടെ വീതി കുറഞ്ഞ വഴിയാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം അതേപോലെ തന്നെ. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ കുറച്ചുകൂടെ വേറൊരു സീനിക് ബ്യൂട്ടിയാണ്. അതെ, ഇത് വേറൊരു രീതിയാണ്, അവിടെ വേറൊരു രീതിയാണ്. കൊള്ളാം പക്ഷെ മൊത്തത്തില് അല്ലേ. അതെ. ഓ, ഇവിടെ കണ്ടോ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ ഉണ്ട് അനുവേ? ഒന്നും പറയാനില്ല അല്ലേ. ഒന്നും പറയാനില്ല. അത് ബിജുക്കുട്ടൻ്റെ നമ്മൾ കടമെടുത്തിരിക്കുക. ഒന്നും പറയാനില്ല എന്നുള്ള വാക്ക്. നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഈ ഒരു ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നോട്ടോ. അതെ അതെ അതെ. ഇവിടെ പാറ. അതെ, ദൂരെ കാണുന്ന വലിയ മലയൊക്കെ ഉണ്ടോ. അതിലൊക്കെ കറങ്ങി തിരിഞ്ഞു വേണമായിരിക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. അതെ അതെ. നമ്മൾ ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പുഷ്പങ്ങളുടെ നാട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കാന്തല്ലൂര് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പച്ചക്കറി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്, ആപ്പിൾ ഉൾപ്പെടെ. അപ്പൊ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു പ്രദേശമാണ് കാന്തല്ലൂര്. കാന്തല്ലൂര് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ 10 പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
അതിലൊന്ന് കാന്തല്ലൂർ നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും നല്ല ഗ്രാമത്തിനുള്ള അവാർഡോ എന്തോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാന്തല്ലൂരിന്റെ കാഴ്ചകൾ ഒരിക്കലും പറഞ്ഞു വർണ്ണിക്കാനായിട്ട് സാധിക്കില്ല. നേരിൽ വന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് തണുപ്പ് മാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഡിസംബർ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു കാലാവസ്ഥ, വേറൊരു ഫീല്. വേനൽക്കാലങ്ങളിൽ വരുമ്പോൾ വേറൊരു കാലാവസ്ഥയും വേറൊരു ഫീലും. ഇപ്പോൾ ഓരോ സമയത്തും ഓരോ രീതികളാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഫീല്. നമ്മളിപ്പോൾ മഴക്കാലത്താണല്ലോ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച എന്താണെന്നുള്ളത് നമുക്ക് തേടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന നമ്മുടെ ആനമലൈ ടൈഗർ റിസർവിന് ഉള്ളിക്കടിയാണ്. ഇത് കൂടിയാണ് നമ്മൾ ചിന്നാറിലോട്ട് ചെല്ലുന്നത് അല്ലേ? അതെ, നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് പെരുമാറും. അത് ചിന്നാറിനാവും അല്ലേ? ചിന്നറാവും. സെയിം ആണ്. തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവും കേരളത്തിലെ ചിന്നാർ. അതിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതുമലയും ബന്ദിപ്പൂരും പോലെ, കർണാടകയുടെയും തമിഴ്നാടിനെയും പോലെ അല്ലേ? അത്രേ ഉള്ളൂ. ആ ഒരു ഉദാഹരണമാണ് ഏറ്റവും നല്ലത് പറയാനായിട്ട്. അതെ. അപ്പൊ അതുപോലെ ഇതിന്റെ പേരും അങ്ങനെ അങ്ങ് മാറും. ഇതിപ്പം നമ്മൾ നേരെ ആനമലയെ അങ്ങ് മാറി അവിടെ എത്തുമ്പോഴത്തേനും ചിന്നാറാവും. അതെ അതെ അല്ലെ അനിൽ ബ്രോ? അനിൽ ബ്രോ ഉത്തരവിട്ടിരിക്കും. ഇവിടെ ഒരുപാട് ആളുകള് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ പോലെ ഹെൽമെറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഹെൽമെറ്റ് ഒന്നും സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഒന്നും വേണ്ടേ? തമിഴ്നാട് കേരളത്തിൽ വന്ന ഹെൽമെറ്റ് ഇല്ലാതെ ഒരു കാര്യത്തിലും ഇവിടെ ആർക്കും ഹെൽമെറ്റ് ഇല്ല. ഇവർ പിന്നെ പതുക്കെയൊക്കെ അങ്ങ് പോകാം. പിന്നെ ഈ വഴിയിൽ ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ അല്ല, ഇവിടെ 30 കിലോമീറ്റർ വേഗതയിലേ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഹെൽമെറ്റ് കുഴപ്പമില്ല. അതാണ്. അല്ല, ആനയെ ഒരെണ്ണം കുറുകെ ചാടിയാൽ അനൂപേ ഒന്നും നോക്കണ്ട. ആനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അപ്പോഴത്തേനും വേഗം പൊക്കോളാം. മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. ആനയോട് പറഞ്ഞ്. അവിടെ എന്ത് വലിയൊരു ബ്ലോക്ക്. ഇവിടെ ആനയുണ്ടോ? കാട്ടിൽ ആനയുണ്ടോ? അവിടെ ഒരു ബ്ലോക്ക്, ബസ്സും ലോറിയും കൂടെ ബ്ലോക്ക് ആക്കിയതാ. അതല്ല, വഴി ചെറുതല്ലേ? വഴി ചെറുതാണേ. അതാണ്, 2 വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള വീതി കുറവല്ലേ? ഓ, ആ ബസ് അങ്ങനെ കടന്നു. 2 ലോറിയും കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്കും കടന്നു പോകാം. അവിടെ ബ്ലോക്ക് അങ്ങ് മാറും. ഒതുക്കി കൊടുത്തു. ഇവൻ നടുക്കൂടെ മാത്രമേ വരുള്ളൂ. ഇവനാര്? രാജാവിന്റെ മോനെ പുറത്ത്. പക്ഷെ എന്റെ പൊന്നടാവേ, വലിയ വണ്ടിയൊക്കെ നമ്മളെ കുഴി ചടിച്ചിട്ട് പോയി. ഇപ്പൊ കുഴിയിലോട്ടാ പോണേ. നമ്മള് കുഴി കൂടെ പോവാ. അവര് നല്ല മാന്യമായിട്ട് ടാറിംഗ് റോഡിൽ കൂടെ. ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ, നമുക്കറിയാം ചെറിയ വാഹനമാണെന്ന് ഓർക്കാം. അതൊക്കെ കയറ്റിക്കോ, തട്ടണ്ട. സെറ്റ്. ഓക്കെ. എന്തേലും ആട്ടെ, വലിയ വാഹനങ്ങളൊക്കെ ചെറിയ വാഹനങ്ങളെ അങ്ങ് മാനിക്കുന്നില്ല. 14 കിലോമീറ്റർ ഉള്ളതിലുണ്ടല്ലോ, നമ്മളിങ്ങനെ കാഴ്ചകൾ 30 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു മണിക്കൂറിന് എടുത്തെത്തും അല്ലേ അങ്ങ് എത്താൻ വേണ്ടി? 1 മുക്കാൽ മണിക്കൂർ അല്ലേ? കാരണം വെച്ചാൽ ഒരു 2-3 വലിയ വണ്ടികൾ വന്നാൽ പിന്നെ നമ്മൾ ബ്ലോക്ക് ആവും. ബ്ലോക്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ സൈഡൊക്കെ കൊടുത്ത് ഇങ്ങനെ പതിയെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, അവർ അതൊക്കെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം അവർ പറയുന്നത്. അതെ, വാഹനം ഒന്നും നിർത്താതെ നിങ്ങൾ അതൊക്കെ അങ്ങ് പൊക്കോളാൻ പറഞ്ഞത്. പക്ഷെ ഫോറസ്റ്റുകാർ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നേരത്തെയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാ. അവര് വന്നു കഴിഞ്ഞാൽ ചെക്കിങ്, അത് ഇത് കുപ്പിയുണ്ടോ ഗിപ്പിയുണ്ടോ എന്നൊക്കെ നോക്കും. അതെ, ചിലപ്പോ അത് അവര് ചില ആളുകളെ കണ്ടാൽ തോന്നുന്നു സംശയത്തോടെ നോക്കുന്ന അവരെ ചെക്ക് ചെയ്യും. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ 2 കാര്യങ്ങളുള്ളൂ. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകും. നമ്മളെ വളരെ മാന്യമായിട്ടുള്ള മുഖമായതുകൊണ്ട് തന്നെ അവരധികം നേരം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയില്ല. നിങ്ങളുടെ നിറപുഞ്ചിരി കണ്ടോടുകൂടി അദ്ദേഹം പറഞ്ഞു പൊക്കോ 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 പൊക്കോ. കേരള ലോറിയാണ് പോന്നെ. നല്ല സൂപ്പർ പുലിയുടെ പടം. സിരുത്തൈ. ഇങ്ങ് സിരുത്തൈ കണ്ണൈ. சிறுத்தைகள் കാട്ടക്കും പകുതി കടക്കും പകുതി. ആണോ? ഓ, തമിഴ് വായിച്ച് നമ്മുടെ നൻപൻ അനിൽ ബ്രോ പറഞ്ഞു തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സിരുത്തൈ അല്ലെ? സിരുത്തൈ ക്രോസിംഗ് സോൺ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ അനിൽ ബ്രോ തമിഴിൽ വായിച്ചു തന്നത്. എന്തായാലും അനിൽ ബ്രോയ്ക്ക് തമിഴ് അറിയാം. ഇവിടെ ഒരു 1/2 കിലോമീറ്റർ കൂടുമ്പോ ഹമ്പ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചാടി വേണം പോകാൻ. അത് നമ്മുടെ അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ, മുതുമലയും ആ ടൈഗർ റിസർവിലൂടെ പോകുമ്പോണ്ടല്ലോ അല്ലേ? ഗുണ്ടൽപേട്ട. ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഫോറസ്റ്റിന്റെ ഒരുപാട് സഫാരികളൊക്കെ ലഭ്യമാട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് നിന്നപ്പോഴത്തേനും നമ്മുടെ കേരളത്തിന്റെ, അതായത് ചിന്നാർ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ, അവിടെ നമുക്ക് തൂവാനം വാട്ടർഫോൾസ് ഒക്കെ അവിടെ ഒരു ട്രെക്കിംഗ് ഒക്കെ പോകാൻ പറ്റും ആവശ്യമുണ്ടെങ്കിൽ. കുറച്ചു ദൂരം കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ നല്ല മഴയാണെങ്കിലും ഇവിടെ നോക്കി എന്ത് ചൂടാണല്ലേ? അതെ അതെ അതെ, ഒടുക്കത്തെ ചൂടാണ്. ആ സങ്കടം ഇപ്പൊ തീരും. അങ്ങ് മുകളിലേക്ക് കയറിക്കോട്ടെ. നമ്മുടെ അപ്പുറം കാണുന്ന മല മിക്കവാറും മഴേനെ തടഞ്ഞു നിർത്തിയേക്ക് കേട്ടോ. അതുകൊണ്ടായിരിക്കും. ഓ, ഈ 2 ലോറി പോകുന്നതാണ് വിഷയം. എന്ത് വില കൊടുത്തും ഇമാരുടെ മുന്നിൽ കയറണം കേട്ടോ. സൂചി തടയില്ല. വളവാ. ഒരു മിനിറ്റ്. കടുവ കാട്ടുപോത്ത്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നാട്ടുപോത്തിനെ പോലെ ഇരിക്കും. കാട്ടുപോത്തായ നാട്ടുപോത്ത്. അവനിവിടെ കുറെ കടുവ എന്നിട്ട് പോലെ അതറിയില്ല. ഇന്ന് കടുവയ്ക്കുള്ള ഭക്ഷണം കേട്ടത്. ചിലപ്പോ അതിനുവേണ്ടി കൊണ്ട് കെട്ടിയേക്കുന്നതായിരിക്കും. ആയിരിക്കും.
അപ്പൊ ഇങ്ങനെ കാട്ടുപോത്തിനെ കെട്ടിയായിരിക്കും ചിലപ്പോ കടുവയുടെ എണ്ണ എടുക്കുന്നവര്. എത്ര കടവുകൾ വരുമെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഈ ലോറിയുടെ ഫ്രണ്ടിലെ കയറിയാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ. താങ്ക് യു അണ്ണാ, താങ്ക് യു അണ്ണാ. അങ്ങനെ അദ്ദേഹം നമ്മളെ കയറ്റി വിട്ടു കേട്ടോ. താങ്ക് യു. ഇങ്ങനെ കാട്ടിക്കൂടെ പോകുമ്പോ കടല കഴിക്കണം എന്നാണ്. നമ്മളെ നോണടിക്കുമ്പോ പുള്ളി കണ്ണാടിക്കട നോക്കും, എന്നിട്ട് പറയും പൊക്കോളാൻ പറയും. അപ്പൊ സൈഡ് വരും, നമ്മൾ കയറി വന്നു. ഇവിടെ പണ്ട് കാലത്ത് തപസ്സിരുന്ന മാമുനിമാരുടെ മുനിയറയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടല്ലേ? അത് മുനിപ്പാറ. അതെവിടെയാ? മറയൂരാ? മറയൂരല്ലേ? അല്ല, ഇത് ഈ കാടുകളിലും മുനിയറകളും മുനിപ്പാറകളൊക്കെ കാണും. നമ്മളങ്ങോട്ട് കടത്തി വിടാത്തോണ്ട് അറിയാത്ത. അതെ, ഇടയ്ക്ക് ഈ കാട്ടിക്കട പോകും ഇങ്ങനെ കപ്പലണ്ടി കഴിച്ചിട്ട് പോകുന്നത് നല്ലതാണെന്നാണ് അനിൽ ബ്രോ പറഞ്ഞത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കപ്പലണ്ടി തരുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം അല്ലേ? അനുവേട്ടനുണ്ടോ? അനുവേട്ടന് വണ്ടി ഓടിക്കുക, മറുകയിൽ കപ്പലണ്ടിയും. ഇങ്ങനെയൊക്കെ ആരാണ് സാധനങ്ങൾ സെറ്റ് ചെയ്യണേ? ഒരു കയ്യിൽ ഡ്രൈവ്, ഒരു കൈ കപ്പലണ്ടി. അതെ, കൊള്ളാം. അയ്യോ കപ്പലണ്ടി കേട്ടോ. ഈ ആനമല ടൈഗർ റിസർവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടൈഗർ ആട്ടോ. നോക്കി മല കണ്ടോ? അയ്യോ, എന്നിട്ട് ഒരെണ്ണം പോലും കാണുന്നില്ല. നമ്മള് കണ്ടില്ലെന്നുള്ളൂ. മോനെ നോക്കി, എന്തൊരു വിഷ്വലാന്ന് കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മള് വീട്ടിലൊക്കെ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നീ കാശില്ലേ തന്നെ മാല പണയം വെക്കോ, വള പണയം വെക്കോ, എന്തേലും ചെയ്തിട്ട് നേരെ നിങ്ങള് ഇങ്ങോട്ട് പോലെ. മോട്ടിവേഷൻ ക്ലാസ് ആണോ? മോട്ടിവേഷനാ. കാരണം വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഒരു റിലാക്സേഷൻ, മൈൻഡിന് ഒരു ഫ്രഷ്നെസ് നൽകും കേട്ടോ ഈ കാട്ടിലൂടെയുള്ള യാത്ര. പതിയെ യാത്ര ചെയ്താൽ മതി. 30 കിലോമീറ്റർ സ്പീഡിൽ, 20 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോരാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. അത് ഉള്ളി ഭാഗ്യം, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ മൃഗത്തിനൊന്നും കണ്ടില്ലേ തന്നെ ഈ മലകളുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് പോരാൻ വേണ്ടി പ്രകൃതി നമുക്കായിട്ട് അറിഞ്ഞു നൽകിയേക്കുന്ന കേട്ടോ ഈ ഒരു മലകളൊക്കെ. എന്ത് ഭംഗിയാ നോക്കി. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഇവിടെ ശരിക്കും വീതി കുറഞ്ഞിട്ടുള്ള വഴികളാട്ടോ. ചില പാലങ്ങൾ വരുമ്പോൾ നമുക്ക് പാടാണേ. പാലങ്ങൾ നമ്മളെ ചുറ്റിപ്പിക്കും. കണ്ടോ ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ? സ്പീഡ് ലിമിറ്റ് 30. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക മുഴുപ്പില്ല. ഇനി അതിന്റെ മുകളിൽ വണ്ടി ഓടിക്കരുത്. അതോടൊപ്പം തന്നെ ഹെയർ പിൻ ബെൻഡ് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ഹെയർ പിൻ ബെൻഡ്. അതിനിപ്പോൾ ഒന്നും നോക്കണ്ട, കിടത്തി വീശിക്കോ. കിടത്തി വീശാലേ? ആരാണ്ട് അത് ഇടിച്ച് മറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കിടത്തി വീശിയതവര്. അങ്ങനെ കിടത്തി വീശി നമ്മൾ മുകളിലേക്ക് കയറി. നമ്മുടെ KSRTC കണ്ടു തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഉടുമ്പൽപേട്ടയ്ക്ക് പോകുന്ന KSRTC ബസ് ഇതാ കടന്നു പോകുന്നു നമ്മുടെ മുന്നിൽ കൂടെ. മൂന്നാറിന് വരുന്നതായിരിക്കും അല്ലേ? കാന്തല്ലൂരിൽ നിന്നാണോ? കാന്തല്ലൂരോ മറയൂരോ മൂന്നാറോ എവിടെന്നെങ്കിലും വരുന്ന, എവിടെന്നെങ്കിലും ആട്ടെ. KSRTC വന്നു. അതാണ്, അവിടെ കേരളല്ലേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന KSRTC എങ്ങനെയുണ്ട്? ഭയങ്കരം തന്നെ. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇത് കിട്ടില്ല കേട്ടോ. നോക്കി, ഇതൊരു താഴ്ചയല്ലേ? ഈ ബൈക്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പോകുമ്പോ ആനയൊക്കെ ഒന്ന് എന്നെ അല്ലേ? ഒന്നും ചെയ്യണ്ട, ആനയെല്ലാം ചെയ്തോളൂ. എവിടെയും ബ്ലോക്കോ? എന്റെ ഓൾട്ടോ അതിനകത്ത് ഇറക്കി ഇച്ചിരി അബദ്ധമായോ എന്നൊരു സംശയം. പാവം കണ്ട ആ ലോറിക്കാരൻ അവിടെ ഒതുക്കി കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ള ഓൾട്ടോ അങ്ങനെ ചാടിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് ഫ്രോങ്സ് അത്യാവശ്യം ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് SUV വണ്ടികൾ നല്ലതാന്ന് തോന്നും കേട്ടോ. അല്ല ഇപ്പൊ നമ്മൾ ആ കട്ടറിൽ പോയി ചാടിയാണ്. ഈ വഴി കൂടെ നിങ്ങൾ അത്യാവശ്യം പക്വമില്ലാത്ത വണ്ടികൾ വന്നാൽ പണി കിട്ടും നമുക്ക്. കാരണം ചില വലിയ വണ്ടിക്കാരൻ നമുക്ക് സൈഡ് തരില്ല. ലോറിക്കാരൻ കയറാൻ പറയുന്നുണ്ട്. എന്തായാലും അടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ നമുക്കിനി പോവാം. കുറച്ചുകൂടി ഒരു വീതി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. വീതിയുണ്ട്, ടാറിങ് ഇല്ല, അതാണ് പറ്റിയേക്കുന്നത് അല്ലേ? ടാറിങ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വനം വകുപ്പ് ഇടാത്തോണ്ടായിരിക്കും. ആയിരിക്കും. അല്ലെങ്കിൽ കോൺക്രീറ്റ് എങ്കിലും ചെയ്തിട്ടിരുന്നെങ്കിൽ. വനത്തിനകത്ത് എത്ര 12 മീറ്റർ എങ്ങാണ്ട് വീതി എങ്ങാണ്ട് ഉള്ളൂ. ഇതൊക്കെ 12 മീറ്റർ ഒന്നും ഇല്ല. അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സഞ്ചാരം ഉള്ള ഒരു റോഡല്ലേ. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ വനം കുറച്ച് വിറ്റ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ ആൾക്കാർക്കൊക്കെ പോകണമെങ്കിൽ പിന്നെയല്ലേ മോശം പരിപാടിയാണ്. എത്ര വണ്ടികളാണ് ഒരു ദിവസം? മൃഗങ്ങൾക്ക് വേണ്ടിയല്ല, കാട് മൃഗങ്ങൾക്ക് വേണ്ടിയാ. എന്നാലും അല്ല അതൊക്കെ ഇപ്പൊ നമ്മൾ തുറന്നു കൊടുക്കുന്ന സമയത്തൊക്കെ എന്തായാലും അവര് നമുക്ക് വേണ്ടിയും കൂടെ അത് കൊടുക്കണ്ടേ വഴി. അങ്ങനെ ഓരോ വാഹനം വരുമ്പോഴും അനൂപേ ഇങ്ങനെ നിർത്തി കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. സമയം പറയാത്ത നന്നായി. 2 മണിക്കൂർ കൊണ്ട് അക്കരെ ചെല്ലണമെന്നൊന്നും പറയാത്ത മിണ്ടാത്ത അവർക്കറിയാം എത്ര സമയം എടുക്കുന്നു. അതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ ബുദ്ധിപരമായ നീക്കം. നിർത്തരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇടയ്ക്ക് ബൈക്കൊക്കെ വെച്ചിട്ട് ആൾക്കാർ അകത്തോടൊക്കെ പോയിട്ടുണ്ട്. എന്തിനാണോ? അതെ അതെ. നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇതെന്തത് ചുമ്മാ പുള്ളി അങ്ങനെ പേടിപ്പിക്കും നമ്മളെ. അല്ല, പുള്ളിക്ക് അപ്പൊ നടുക്കൂടെ പോവോ? അപ്പൊ നമ്മളാണ് അടിക്കുന്ന കട്ടർ. നമ്മള് വേറെ വഴി തോന്നുന്ന ആൾക്കാരാണെന്ന് പുള്ളി വിചാരിച്ചത്. അതെ, അങ്ങനെയാണ് ഇവിടെ ഉള്ളവരൊക്കെ വിചാരം. പക്ഷെ നമ്മളും സാധാരണ ഒരു പ്രജ തന്നെയാണേ. അതാണ് പുള്ളി മനസ്സിലാക്കിയില്ലേ? ഓ ഞാൻ മോനെ മുന്നോട്ട് നോക്കാം. മുന്നോട്ടുള്ള മലയുടെ കാഴ്ച കാഴ്ച. ഇവിടെ നിന്ന് 61 കിലോമീറ്റർ ഉണ്ട് മൂന്നാർക്ക്. ചേട്ടാ ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല കേട്ടോ, അങ്ങോട്ട് തന്നെ ഉള്ളൂ. എനിക്കധികം ഇറക്കാം നമുക്ക് സ്പേസ് ഉണ്ട്. പുള്ളി അവിടെ നിർത്തി, കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇറക്കി തരാൻ ചേട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തായാലും ഫോണൊക്കെ മുഴക്കി പുള്ളി ആ ഒരു സ്നേഹം അനുവിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെ, കുഴപ്പമില്ല. ഇല്ല, അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ കണ്ടോ, എന്താ ഭംഗി അനുവേ. അതെ, പറയൂ 2 വാക്കുകൾ വർണ്ണിക്കും. അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ കണ്ടാൽ എന്നാ പറഞ്ഞേ? പോരട്ടെ. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഭൂമിന്നോ നാടുന്നോ എന്താണ്ടല്ലേ. ആ പാട്ടിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ കാണുന്ന വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മലനിരകളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മലനിരൽ പ്രദേശം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഈ പുസ്തകത്താളുകളിൽ നമ്മൾ എഴുതി പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശത്തോടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. യാത്രകൾ ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളുമാണ്. അതെ, 1 കിലോമീറ്ററോടെ ഉള്ളൂ കേട്ടോ. എങ്ങോട്ടാ അതെനിക്കറിയത്തില്ല. ഇവിടെ ബോർഡ് എഴുതി വെച്ചു. ചിന്നാറാണല്ലേ? വായിച്ചല്ലേ പെട്ടോ? ചിന്നാർ അല്ല, കഴിഞ്ഞു പോയി. ഇനിയിപ്പം വായിക്കണ്ട. ഇനി കേരളത്തിന്റെ ബോർഡറിലായിരിക്കും നമ്മുടെ മുട കാണിക്കുന്നത്. അതെ, ഇവിടെ ഏറ്റവും കൂടുതലുള്ള മയിലാട്ടോ. ഇപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ അതല്ല പറഞ്ഞു. നമ്മളങ്ങനെ മാറ്റി മാറ്റി പറയും. അൽബ്രോ, കുറച്ചു മുമ്പ് പുള്ളി പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പുലിയാന്ന്. ഇപ്പൊ പറയുന്നത് മയിലാന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നിട്ടോ, സത്യം പറയാൻ പറ. അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെക്ക് പോസ്റ്റ് എത്തി. അപ്പൊ എന്തായാലും തമിഴ്നാടിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക്. ഈ ജീപ്പ് നമുക്ക് ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ചിന്നാറിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. അനുവേ, എന്താണത്? വരുമ്പോഴേ തന്നെ പുലിയുടെ ബോർഡാ കാണുന്നത് എല്ലായിടത്തും. പുലിയാണ് ഇവിടുത്തെ മെയിൻ തോന്നുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ. അതാണ്. ഇതെന്തോടെ ഇവിടെ മുഴുവൻ ബ്ലോക്കല്ലോ. തമിഴ്നാടിന്റെ എക്സിറ്റാ. ഇതാ കണ്ടോ, ഇവിടെ ചെറിയ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. പരിപ്പുവടയൊക്കെ ഉണ്ട്. പരിപ്പുവട, പിന്നെ ബജിയുണ്ട്. അമ്മച്ചിമാരിങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ, ചെറിയ കച്ചവടം. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞതാ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തമിഴ്നാടിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറയുന്നു. പിന്നെയും നമ്മൾ അനുവേ കേരളത്തിലേക്ക് കാലൂത്തിയില്ല, വണ്ടി കയറ്റി. വെൽക്കം ടു കേരള. വെൽക്കം ടു കേരള. നമ്മൾ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വെൽക്കം ടു കേരള ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഒരു ചായയോ എന്തെങ്കിലും കുടിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനിയില്ല. ഇനി പിന്നെയും കാട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ ടീ കുടിക്കാം. ടീ കുടിക്കാം. ഓക്കെ, ചായ ഉണ്ടോ? അങ്ങനെ 3 ചായ ഓർഡർ ചെയ്തു. അനൂപ് ചായ കുടിക്കാത്ത അനൂപ് ഒരു ചായ കുടിക്കാൻ മോഹം വന്നിരിക്കുകയാണ് അല്ലേ. ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ വേറെ വിഷയമൊന്നുമില്ല, ഒരു വിഷയമില്ല. അങ്ങനെ ചിന്നാർ വരെ എത്തി. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തിച്ചേർന്നു അല്ലേ. ഇനി ഇവിടെ കുറെ ട്രക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ ട്രക്കിങ്ങിന്റെ പരിപാടി ഉണ്ട്. പിന്നെ മഴക്കാലത്തുണ്ടെന്ന് എനിക്കറിയില്ല. അല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ വാച്ച് ടവർ പോയിരുന്നു. അവിടെ പോയിട്ട് ആ ഒരു ഏരിയയിൽ വ്യൂ ഒക്കെ കാണാം. 3-4 വർഷം മുമ്പുള്ള കാര്യം അതാണ്. ഡ്രോൺ പറത്തിയില്ലെങ്കിലും ആൾക്കാർക്ക് അതിന്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ കിട്ടും. അവിടെ അത്യാവശ്യം സൈറ്റുള്ള നല്ല സ്ഥലങ്ങളാണ്. ചില സമയത്ത് മൃഗങ്ങളൊക്കെ രാവിലെ വന്നാലും മാത്രമേ ഉള്ളൂ. രാവിലെയും പിന്നെ വൈകിട്ട് സമയമുള്ള ലാസ്റ്റ് ഇത് പോകില്ല, അപ്പോഴും അടിപൊളിയായിരിക്കും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വാഹനമൊക്കെ ചെക്ക് ചെയ്തോട്ടോ. തമിഴ്നാട്ടിൽ ചെക്ക് ചെയ്തേ ഇല്ല. സാധാരണ രീതിയിൽ എപ്പോഴും അവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. കേരളത്തിലേക്ക് എത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ ചെക്ക് ചെയ്തു. ഡാഷ് ബോർഡ് തുറന്ന് ഇരുന്ന് സാവധാനം പരിശോധിച്ച് നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും അവർ നോക്കുന്നത് പ്രധാനമായിട്ട് കുപ്പിയുണ്ടോ എന്നുള്ള കാര്യമാണ്. കുപ്പിയുണ്ടോ എന്നുള്ള കാര്യം അവർ ചോദിച്ചു. അപ്പോൾ പരമാവധി നിങ്ങൾ ലിക്കറും കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഈ വഴിയിലൂടെ വരുമ്പോൾ കൊണ്ടുവരുത്. നമ്മൾ വനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾ മസനോട് കഴിയുന്ന കുപ്പിയായിട്ട് പോയി നോക്കിയേ മോനെ. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട് പിടിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നല്ല, നമ്മുടെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വനമേഖലകളിൽ ശരിക്കും ലിക്കർ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ അട്ടപ്പാടി നിങ്ങൾക്കറിയാലോ. അട്ടപ്പാടി എന്തുകൊണ്ടാണ് അത് മദ്യനിരോധന മേഖലയാണ്. അതിലൂടെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകരുത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അവർ പ്രത്യേകം പറയുന്നുണ്ട് ലിക്കർ പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്കർ പ്രൊഹിബിറ്റഡ് തന്നെയാണ്. നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. ഇവിടെ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അതെ. ഇപ്പം മലയോര മേഖലയല്ലേ, അങ്ങോട്ട് മുകളിലേക്ക് കാറ്റഗറി. നല്ല ക്ലൈമറ്റ് കാന്തല്ലൂരിൽ. നമ്മളൊരു 1:45 ഇവിടെ എത്തി. ഇനിയിപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് ഒരു 3 മണിക്കൂർ നമുക്ക് കാന്തല്ലൂർ. നമ്മുടെ സ്വന്തം നാടായല്ലോ. നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം നാട്. ഇനിയിപ്പോൾ എന്ത് പേടിക്കാൻ.
അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് തുടരും. ഇവിടെ ജിഞ്ചർ ടീ ഉണ്ട്, ലെമൺ ടീ ഉണ്ട്, കോഫി ഉണ്ട്, ടീ ഉണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്, ബ്ലാക്ക് കോഫി ഉണ്ട്, എല്ലാം 10-20 ഒക്കെ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല. പിന്നെ ദോശ ഇഡ്ഡലി ഉണ്ട് 15 രൂപ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ സിംഗിൾ ഓംലെറ്റിന് 20 രൂപ ഉള്ളൂ. നമുക്ക് ഓംലെറ്റ് എല്ലാം കഴിക്കണം. അതൊരു പോയിന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓംലെറ്റോടെ കഴിക്കാം. അതെ. ആണ്. പിന്നെ ഇവിടെ വേറെ അങ്ങോട്ട് കടയൊന്നുമില്ല അല്ലേ ഇനി പോകുമ്പോൾ? കടയൊന്നുമില്ല. അപ്പം ഇനി എന്നാൽ പിന്നെ ഒരു ഓംലെറ്റ് കൂടെ കഴിക്കാം. ഒരു ഓംലെറ്റ് കൂടെ പറയാം. അപ്പോൾ ഇരിക്കുക. അതെ, പിന്നെ ഒരു സംഭവമുണ്ട്. അങ്ങോട്ട് പോയാൽ ഫുഡൊന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഓംലെറ്റ് കഴിക്കാം. അങ്ങനെയുണ്ട്. ഓംലെറ്റ് മാത്രമേ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേന് അത് പറ്റില്ല. ഓംലെറ്റ് മാത്രമേ ഉള്ളൂ എന്നപ്പോൾ ചോദ്യം. അതെങ്കിലും കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. നമ്മളെ അല്ല, ഇവിടെ വേറെ ഒന്നുമില്ല, ഓംലെറ്റേ ഉള്ളൂ. ഓംലെറ്റും പിന്നെ ഇതാ അവിടെ ബോർഡിൽ എഴുതിയിരുന്ന കുറച്ച് സാധനങ്ങളാണ്. അതെ. ടീ, കോഫി, ലെമൺ ടീ ആൻഡ് ജിഞ്ചർ ടീ, ബ്ലാക്ക് കോഫി. എല്ലാത്തിനും 10-15. ഓംലെറ്റ് ഒക്കെ ആണെങ്കിൽ 20 രൂപയൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ കഴിക്കാൻ നമുക്ക്. വേണോ? ഇനി നമ്മൾ മറയൂരിലൊക്കെ ദോശയാ ഈ സമയത്ത് 12 മണിക്കൊക്കെ ആരാ ദോശ തരാ? ഇവിടെ സമയത്ത് അല്ലേ? കുഴപ്പമില്ല, നല്ല മരിച്ചൊന്നും പോകില്ല, ധൈര്യമായിട്ടിരിക്കും. ചത്തു എനിക്ക് ദോശ ഓംലെറ്റും സാമ്പാറും ചമ്മന്തിയില്ല, ഇങ്ങോട്ട് പോരട്ടെ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ ഒരു മര്യാദ. ഡബിൾ ഓംലെറ്റ് പറയാം നമുക്ക്. 2 ഡബിൾ ഓംലെറ്റ് വെച്ചൊരു 3 കഴിച്ചിട്ട് പോവാം. ആണെങ്കിൽ പിന്നെ അത്യാവശ്യം പിടിച്ചേക്കാം മതി. എല്ലാം ഒക്കെ ഈവനിംഗിൽ ഫുഡ് കുട്ടിയെ കിട്ടിയാലും കുഴപ്പമില്ല. രാവിലെ കഴിച്ചില്ലേ, അപ്പൊ ഇനി കുറച്ച് പ്രോട്ടീൻ കഴിക്കാം. അപ്പൊ എന്തായാലും നമുക്കിനി ഓംലെറ്റും ചായയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ കഴിച്ചും കുടിച്ചും നമ്മുടെ യാത്ര മുന്നോട്ട് തുടരും. വെയിറ്റിംഗ് ഫോർ ചായ. യെസ്. അപ്പോൾ എന്തായാലും ചായ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കാം. എങ്ങനെയുണ്ട് അനിൽ ബ്രോ? ചായ കൊള്ളാം അല്ലേ? സെറ്റല്ലേ? ഒരു ക്ഷീണം മാറാൻ ഒരു ഉത്തമ സാധനമാണ് യാത്രയ്ക്ക്. നമുക്ക് കുറച്ച് എനർജി അതാണ്. കഴിഞ്ഞോ? ഇത്രയും കേസുള്ളായിരുന്നു അല്ലേ? ഇല്ല, നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്താൽ. ഓ, 2 ചെക്ക് പോസ്റ്റ്. 2 കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയണം അല്ലേ? അങ്ങനെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കണം നമുക്ക് വേണ്ടി. പോട്ടെ. അപ്പോൾ നമ്മളതേ അങ്ങനെ നമ്മുടെ കേരള മണ്ണിലോട്ട് കയറി കേട്ടോ. കേരള മണ്ണിലോട്ട് കയറിയപ്പോൾ പ്രത്യേകത വെച്ചാൽ കുറച്ചുകൂടെ വീതിയുണ്ട് റോഡിന്. അല്ലേ? അതെ, ശക്കലോടെ വീതി, ഒരു ചെറു പൊട്ടിക്ക് വീതി. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് മറയൂർ എത്തിച്ചേരാൻ കേട്ടോ. അപ്പൊ നമ്മൾ മറയൂർക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ നമ്മുടെ കേരള മലനിരകൾ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുവാണ്, പുഞ്ചിരിക്കുവാന്ന് വെച്ചാൽ മഴ പെയ്യുവാണ്, കണ്ണുനീർ പൊഴിക്കുവാണ്. പക്ഷെ ഇവിടെ മഴയില്ല കേട്ടോ. പിന്നെ അതെ, ഇവിടെ നമ്മുടെ വാച്ച് ടവറിലേക്ക് കണ്ടു പോകുന്നത് ഈ വഴി കേട്ടോ. ഉണ്ടോ? എൻട്രി റെസ്ട്രിക്റ്റഡ് കോണ്ടാക്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതാണ് വാച്ച് ടവർ. അപ്പോൾ വാച്ച് ടവറിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയാൽ നമുക്ക് ആനകളെയൊക്കെ കാണാനൊക്കെ പറ്റും. പക്ഷെ ആനകളോട് നിൽക്കണം. ആനകളുണ്ടെങ്കിൽ മാത്രം. മഴ കുട കുട, മഴ വന്നാൽ പൊപ്പിക്കുട. ആ, അത് ആനമുടി ആയിരിക്കും കേട്ടോ ഒരുപക്ഷെ. അത് എത്ര പൊക്കമുള്ള സ്ഥലമല്ലേ ആ ഒരു ഭാഗങ്ങളൊക്കെ. ഇനി നമ്മൾ മൂന്നാറിലോട്ടാണല്ലോ പോണേ വളഞ്ഞല്ലേ. അപ്പോൾ ആനമുടി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണത് നമ്മുടെ ഫ്രണ്ട് അവിടെ കാണുന്നത് കേട്ടോ. ഒരു ജിയോഗ്രാഫിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ അതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, അത് രാവിലെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് വരണം. വൈകിട്ട് വന്നാൽ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്കൊണ്ടേ ഈ എൻട്രി എപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഈ റൂട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വാഹനത്തിൽ വരുമ്പോൾ വാഹനത്തിൽ ഇത് വനമേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ മദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വണ്ടി വെച്ച് കൊണ്ടുവരരുത്. അതെല്ലാവരും ചെക്ക് ചെയ്യും. അതിന് നിങ്ങൾ വണ്ടിയിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് നല്ല ഫൈൻ അവർ തരുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വനമേഖലയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അല്ല, നമ്മൾ പോണ വഴിക്കൊന്നും വണ്ടി അധികം പാർക്ക് ചെയ്ത് നിർത്തിയിട്ട് വിഷ്വൽ എടുക്കാൻ പാടില്ല. നമ്മൾ മൊത്തം വണ്ടിയിലിരുന്നല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ വണ്ടിയിലിരുന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കൂടുതലും കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തോട്ട് വന്നുകൊണ്ടാണ് തോന്നുന്നു ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഇത്ര നേരം നല്ല ചൂടായിരുന്നു അല്ലേ? അപ്പം അത്യാവശ്യം ചെറിയ നല്ല ക്ലൈമറ്റിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ കാടിനുള്ളിലൂടെയുള്ള യാത്ര തുടരുന്നു. മനോഹരമായൊരു വഴിയാണ്. പ്രത്യേകിച്ച് നല്ല ലൈൻസ് ഒക്കെ വരച്ച് ഈ അടുത്തിടയ്ക്ക് ടാർ ചെയ്യാൻ നല്ല കറുത്ത കരിക്കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല വളവും തിരിവാണ്. നമ്മൾ ഓരോ വളവൊക്കെ തിരിയുമ്പോൾ ചിലപ്പോൾ പശുക്കളും പോത്തുകളൊക്കെ റൂട്ടിൽ കാണാം. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കാട്ടുപോത്താണോ അല്ലേ, മറ്റു വന്യമൃഗങ്ങളാണോ എന്ന് ചിന്തിക്കും. പക്ഷെ അതല്ല, ഇവിടെ ആൾക്കാർ വളർത്തുന്ന, അതായത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ട്രൈബായിരിക്കും. ട്രൈബൊക്കെ വളർത്തുന്ന പശുക്കളും പോത്തുകളൊക്കെ ആകാനാണ് സാധ്യത. പൊതുവെ മൊത്തത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ കുറേ ട്രൈബ് താമസിക്കുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ മൃഗങ്ങളായിരിക്കണം
ഈ കാണുന്നത്? നമ്മൾ ഈ ഫോറസ്റ്റ് ട്രെക്കിങ്ങിലൊക്കെ അവരാണ് നമ്മൾ ഗൈഡായിട്ട് അതെ അതെ അവരാണ് വരുന്നത്. അവിടെ നമ്മൾ കണ്ടല്ലോ ചായ കുടിക്കാൻ നിർത്തിയോട് ചെക്കിംഗ് പോയിന്റുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ട്രെക്കിങ്ങിന് പോകാനായിട്ട് സാധിക്കും. അവിടെ അതിന് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1500 സ്റ്റാർട്ടിങ്. 1500 പിന്നെ സ്റ്റേ ആണെങ്കിൽ 3500 പല രീതിയിലുള്ള ട്രെക്കിംഗ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ സൈറ്റിൽ കയറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രെക്കിംഗ് ആണെങ്കിൽ ട്രെക്കിംഗ്, സ്റ്റേ ആണെങ്കിൽ സ്റ്റേ, അങ്ങനെ പല ആക്ടിവിറ്റീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മൾ കേരളത്തിലേക്ക് കടന്നു എന്നുള്ളതിന്റെ തെളിവാണ് മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്നു. ചാറ്റൽ മഴയുടെ ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏകദേശം 288 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു വണ്ടി. സുഹൃത്തുക്കളെ 288 കിലോമീറ്റർ ആണ് 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓടിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ ഏകദേശം ഒരു 55 ടു ഒരു 80 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ മൂന്നാർ ഈ ഒരു പ്രദേശത്ത് ഇറങ്ങി മൂന്നാർ എത്തുമ്പോൾ 80 കിലോമീറ്റർ ആടാവും. ഇത് ഉടനെ തീരും തോന്നില്ല. ഉടനെ പിന്നെ അവിടുന്ന് ഒരു 80 കിലോമീറ്റർ 90 കിലോമീറ്റർ യാത്ര ചെയ്താലും നമുക്ക് അവിടെ എത്തുള്ളൂ, നമ്മുടെ വീടിന്റെ അവിടെ എത്തുള്ളൂ. അങ്ങനെ കണ്ടോട്ട് കിടക്കുക. 350-400 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യും എന്തായാലും. എന്റെ പൊന്നോ, ശരിക്കും നമ്മള് ഒരു അല്പ സ്പീഡ് കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓടിയെത്തില്ല അല്ലേ? നമുക്കെല്ലാം നമ്മളിപ്പോ തന്നെ 2:34 ഇനി നമുക്ക് കാന്തല്ലൂർ എന്നൊരു ഗ്രാമം കാണാനുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ടുള്ള ഷൂട്ടാണ്. നിങ്ങൾ ഇനി കാന്തല്ലൂർ ഗ്രാമത്തെ കാണാനിരിക്കുന്നത്. അതെ, മഴയാണെങ്കിൽ ഇനിയിപ്പോ എന്താ അവസ്ഥ അറിയില്ല. അതാ ഞാൻ പറഞ്ഞു, കേരളത്തിലേക്ക് കടന്നപ്പോഴത്തേനും മഴ ശല്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എത്രമാത്രം നമുക്ക് വിഷ്വൽസ് ചിത്രീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. പക്ഷെ ആളിയാറിനും ചിന്നാറിനും ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ മഴയില്ലാത്ത. ബാക്കി എല്ലാ സ്ഥലങ്ങളും മഴയായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ നിർത്തിയാ പോകുന്നത്. അതെ, പക്ഷെ മഴയുള്ളപ്പോ ഒരു കാഴ്ച അതൊരു വേറൊരു വൈബാട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മഴ ചെറിയായിട്ട് മഴ പെയ്ത് ഇങ്ങനെ തോർന്നു നിൽക്കുമ്പോഴുള്ള കാഴ്ചയുള്ളൂ. അത് നമ്മളെ ഒരു ഭയങ്കര രസമാണ്. അത് നിങ്ങൾ യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ് അനുവേ, മറയൂർ ശരിക്കും ഒന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് സമയം തീരെ ഇല്ലതായി. അതെ, ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ഒരു ഓട്ടപ്രദർശനം നടത്താം. പക്ഷെ മറയൂരിനേക്കാളും കുറച്ചൊരു ഭംഗി കാന്തല്ലൂർ വേറെ ഒരു ഇതാണല്ലോ. അപ്പൊ നമ്മള് കാന്തല്ലൂർ കാണിക്കാം. കാന്തല്ലൂർ കാണിക്കാം. മറയൂർ ഇനി നമുക്ക് വേറൊരു അവസരം വരാം. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, 1-2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. മറയൂര് നമ്മൾ നിന്ന് കാണാനുള്ള, കാരണം ശർക്കര ഉണ്ടാക്കുന്നതും ഫാക്ടറിയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മുനിയറയുണ്ട്, ചന്ദനക്കാടുണ്ട്, പിന്നെ ചന്ദനം അതിന്റെ തൈയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പോർഷൻ. അതെ അതെ, അത് നമുക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വെച്ചു കൊടുക്കുന്നുണ്ടോ. എന്റെ വീട്ടിലും പണ്ട് ഒരാളൊന്ന് ചോദിച്ചതാണല്ലേ. ഇതിനൊരു കാര്യം, ഇപ്പൊ ഫോറസ്റ്റുകാർ ചന്ദന തൈ വെക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു സംശയം ഇതാണ്, ഈ സാധനം നമ്മൾ വെച്ച് വളർന്ന് വലുതാകുമ്പോൾ ഇത് വെട്ടണമെങ്കിൽ ഇവരുടെ കാലെ പിടിച്ചിറക്കണം. അത് വേണം. പിന്നെ ഇവർ പെർമിഷൻ തരാനായിട്ടൊക്കെ വലിയ പാടാ. വെക്കാൻ നേരത്തെ ഓക്കെയാണ്. വെക്കാൻ ഭയങ്കര സന്തോഷം. കൊണ്ടുപോ, ഞങ്ങൾ ഒരു കുഴപ്പമില്ല, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നല്ലേ. 250 രൂപ തൈക്ക് അത്രയും വിലയും കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇത് വേറെ കുഴപ്പമുണ്ട്, ഇത് നമ്മൾ 10 വർഷം വരെ നമ്മൾ തന്നെ നോക്കണ്ടേ. 10 വർഷം കഴിഞ്ഞാലാണ് ഇവര് 16 വർഷത്തിൽ ഇത് വെട്ടണേ. അപ്പൊ 10 വർഷം നമ്മൾ നോക്കണം. പിന്നെ 10 to 5 വർഷം ഇവര് നോക്കും. അപ്പൊ ഇവര് നോക്കണതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും എന്നാ പറയണേ, എല്ലാം മോശമൊക്കെ പോയാ നമുക്ക് പണിയാ. ശരിയാ. അല്ല മാത്രല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് മുറിക്കണമെങ്കിലേ വലിയ പാടാ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നീങ്ങില്ല. നമ്മള് ചിലപ്പോ പെർമിഷൻ കൊടുത്താൽ കുറെ നാളെ കിട്ടും. പിന്നെ അതാ ഞാൻ പറഞ്ഞേ, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ചന്ദനത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. കാരണന്മാരായിട്ട് കുറച്ച് ചന്ദന മരങ്ങളൊക്കെ വെച്ചെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ഇനി നമ്മൾ വെച്ച് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാം ഓക്കെ ആവും. അതെ അതെ അതെ. എന്തായാലും കേരളത്തിലൂടെ നല്ല വഴികളാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. ഇടുക്കി മേഖലകളിൽ അങ്ങനെ മോശം വഴി അങ്ങനെ വളരെ കുറവാട്ടോ. മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോഴേ എല്ലാ സ്ഥലങ്ങളും നല്ല വഴിയാണ്. ഒരിക്കലും അത്യാവശ്യം ഒരു 95% നല്ല വഴികളാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും റോഡ് ശരിയാവാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാവുമെന്ന് നമ്മൾ കരുതുന്നു. ചിലക്ക് ഇതൊക്കെ ശ്രദ്ധയപ്പെടുത്താത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ശ്രദ്ധയപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ശരിയാക്കി എടുക്കുമായിരിക്കും. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വഴി മോശമാണെങ്കിൽ നമ്മൾ വഴി മോശമാണെന്ന് ആ വീഡിയോയിൽ കാണിക്കാറുണ്ട്. പിന്നെ തീർച്ചയായും അത് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളൊരു പൗരന്റെ രീതിയിൽ നമ്മുടെ അവകാശമാണ് വഴി നന്നായിട്ട് കിടക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേറൊരാള്, ഒരു സഞ്ചാരി അല്ലെങ്കിൽ ഒരു യാത്രികന് ആ വഴി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ വഴി മോശമാണെങ്കിൽ ആ വഴി ഒഴിവാക്കിയിട്ട് പോകല്ലോ. അപ്പൊ നമ്മൾ പറയുകയാണ് ഈ വഴി ഭയങ്കര കട്ടറാണ്, അതുകൊണ്ട് നിങ്ങൾ ആ വഴി പോകണ്ട, വേറെ വഴി പിടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും പറഞ്ഞാൽ അവർ ആ വഴിയല്ലേ പോകുള്ളൂ. തീർച്ചയായിട്ടും അതൊരു കണക്കിന് നല്ലതല്ലേ. അങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് കുരങ്ങന്മാരെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചു. വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, കുറച്ച് കുരങ്ങന്മാരെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ കാണുന്നത് ഹനുമാൻ കുരങ്ങാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ കാണുന്ന കുരങ്ങന്മാരല്ല, ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇവറ്റകളെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. എന്തായാലും നമ്മുടെ മൂന്നാർ യാത്രയിൽ വളരെ യാദൃശികമായിട്ടാണ് ഇവറ്റകളെ കാണാൻ സാധിച്ചത്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവറ്റകളെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുരങ്ങാട്ടത് ആണല്ലേ.
അപ്പോൾ ഈ കാണുന്നതാണ് തൂവാനം വാട്ടർഫോൾ അല്ലേ. നമുക്കിവിടെ ഇറങ്ങാനായിട്ടുള്ള അനുവാദമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, നമ്മൾ അങ്ങ് ദൂരെ കാണുന്നതാണ് തൂവാനം വാട്ടർഫോൾ. എത്ര അകലെയാണെന്ന് നോക്കണേ. കണ്ടോ, ഇത്രയും ദൂരത്തിലാണ് ആ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് വഴി ഇങ്ങോട്ട് ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു മലയുടെ താഴ്വാരത്തിൽ നിൽക്കുന്ന ആ വെള്ളച്ചാട്ടം കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മറയൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാടൊക്കെ പിന്നിട്ട് നമ്മൾ മറയൂർ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. മറയൂർ ടൗണിലേക്ക് പോകാനായിട്ട് ഇനി 1 കിലോമീറ്റർ കൂടിയുണ്ട്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഈ കാണുന്ന പെട്രോൾ പമ്പിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ കാന്തല്ലൂർ പോവുകയാണ്. കാന്തല്ലൂർ പോയതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് ഈ കാണുന്ന, അതായത് ഈ മുന്നോട്ട് കാണുന്ന വഴി കൂടെ തന്നെ നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോകും. ഈ ഒരു യാത്രയിൽ കാന്തല്ലൂർ കൂടി കാണണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ അനിൽ ബ്രോയ്ക്കും അനൂപ് ബ്രോയ്ക്കും ഉള്ളതുകൊണ്ട് കാന്തല്ലൂർ നമ്മൾ പോകുന്നു. കാന്തല്ലൂരിൽ ഇപ്പോഴത്തെ ഈ ഒരു മഴ സമയത്ത് എന്താണ് അവിടുത്തെ കാഴ്ച എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നത് ഒന്ന് വേനൽക്കാലത്തും 2 തണുപ്പ് കാലത്തുമാണ്, അതായത് ഡിസംബർ മാസത്തിലേക്കാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 സമയത്തെയും കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മഴക്കാലത്ത് അവിടെ എന്തൊക്കെയാണ് കൃഷി അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ച എന്നുള്ളത് നമ്മൾ കാണണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കണം. അതുകൊണ്ട് നമ്മൾ കാന്തല്ലൂരിലേക്കുള്ള യാത്ര തുടരുകയാണ്. എന്തായാലും മനോഹരമായ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ കാഴ്ചകൾ ചെറുതാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കണ്ടു. 1-2 കുരങ്ങന്മാരെയൊക്കെയാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ള കുരങ്ങന്മാരൊക്കെ വണ്ടിയിൽ തന്നെയായിരുന്നു. അതെ അതെ. ഇവിടുത്തെ ഒരു ഏരിയൽ വിഷ്വൽ നമ്മൾ എടുക്കണം. ഇവിടുത്തെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഗ്രാമമല്ലേ? ഗ്രാമമാണ്. ആ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നല്ല രസമായിരുന്നു. ഏരിയൽ വിഷ്വൽ വേണമെങ്കിൽ കാണിക്കാം. സെറ്റ് ചെയ്താലോ? ഓക്കെ. മഴ പെയ്യുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറാൻ പറ്റുമല്ലോ അല്ലേ? അതെ. നമ്മൾ പണ്ടെന്ന് കവന്ത അല്ലെങ്കിൽ മീൻമുട്ട പോയപ്പോഴല്ലേ ഡ്രസ്സ് പോയത്, മഴ നനഞ്ഞു വേണം പോയി. അപ്പോൾ ഇതാ കാന്തല്ലൂരിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വാഹനം ഇവിടെ നിർത്തിയതാണ്. ഇനിയിപ്പം കുറച്ചുകൂടിയൊക്കെ ദൂരം ഇനി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-14 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാന്തല്ലൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മറയൂരിലാണ്. നമ്മൾ കണ്ടല്ലോ ആ പെട്രോൾ പമ്പിന് അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു. 1.5 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വാഹനം നിർത്തി ഇവിടെ നിന്ന് നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും അതിൻ്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമവും കൃഷി സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് കാന്തല്ലൂർ ഭാഗത്തേക്ക്. അപ്പോൾ എന്തായാലും മഴയാണ്, നമുക്കിനി മുന്നോട്ട് എത്രമാത്രം നല്ലൊരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. കാന്തല്ലൂർ പോയിട്ട് അവിടുത്തെ മഴക്കാല വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം.